തിരികെ വാർത്തകളിലേക്ക്. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മിന്നൽ പ്രളയത്തിലും 50-ലധികം മരണം, 200-ലധികം പേരെ കാണാതായി. സൈന്യത്തിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണറുമായും സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ജമ്മുകശ്മീരിൽ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും 50-ലധികം മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 CISF ഉദ്യോഗസ്ഥരും അപകടത്തിൽ മരിച്ചു. 170ഓളം ആളുകളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. വൻ നാശനഷ്ടമാണ് മേഖലയിലുണ്ടായത്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും CRPFും ഉൾപ്പെടെ സംയുക്ത സേന രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ രക്ഷാദൌത്യത്തെ ബാധിക്കുന്നുണ്ടെന്നും 200ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. अभी भी 100-150 आदमी दबा हुआ हो सकता है। यहाँ रेस्क्यू करना तो मुश्किल ही होगा, क्योंकि हमारे पास JCB का काम है। अभी JCB खुदाई करेगा तो जो ऊपर का विक्टिम था उन लोग सिविल जनता ने निकाल दिया. കിഷ്ത്വാറിൽ മജയിൽ മാത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത തുടങ്ങുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. 100 കണക്കിന് തീർത്ഥാടകരും പ്രദേശവാസികളും മേഖലയിലുണ്ടായിരുന്നു. फ्लड आया ऊपर से और सब पानी के बीच में बह गए, सिर्फ मलबे के बीच में काफी लोग मर गए. उधर काफी लोगों को बहुत ज्यादा चोट लगी है. ചാഷോട്ടി മേഖലയിൽ ഒറ്റപ്പെട്ടവരെ താൽക്കാലിക പാലത്തിലൂടെ പുറത്തെത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി ഒമർ അബ്ദുള്ള അറിയിച്ചു. ജനം, ഡൽഹി.